വയനാട് പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. കടുവയുടെ കഴുത്തിലെ ആഴമേറിയ 4 മുറിവുകളാണ് മരണത്തിന് കാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം സ്ഥിരീകരിച്ചത്. നാഷണൽ ടൈഗർ അതോറിറ്റിയുടെ രീതി അനുസരിച്ച് കടുവയുടെ സംസ്കാരം നടത്തും. കടുവയുടെ വയറ്റിൽ നിന്ന് കൊല്ലപ്പെട്ട സ്ത്രീ ധരിച്ച ഷർട്ടിന്റെ ബട്ടൺസ്, കമ്മൽ, മുടി എന്നിവ കണ്ടെടുത്തിട്ടുണ്ട്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണനാണ് ഇത് മാധ്യമങ്ങളോട് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഉൾവനത്തിൽ മറ്റൊരു കടുവയുമായുണ്ടായ ഏറ്റുമുട്ടലിലാണ് നരഭോജി കടുവയ്ക്ക് മുറിവേറ്റത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുപ്പാടിയിൽ നിന്ന് ഉന്നത ഉദ്യോഗസ്ഥർ മടങ്ങി. ഇന്ന് പുലർച്ചെ 12:30 പിലാക്കാവിന് സമീപം 3 റോഡ് എന്നിടത്ത് ആദ്യം കടുവയെത്തിയിരുന്നു. ഇവിടെ വെച്ച് ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ ദൗത്യസംഘം മയക്കുവെടി വെച്ച് കടുവയെ പിടികൂടാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് പുലർച്ചെ 2:30 വീണ്ടും കടുവയെ കണ്ടെത്തുകയും അതിനെ പിടികൂടാൻ ദൗത്യസംഘം ശ്രമിക്കുകയും ചെയ്തു. ഇതിനിടെ കടുവ അവശനിലയിലാണെന്ന് സംഘത്തിന് മനസ്സിലായി. വൈകാതെ ഒരു വീടിനടുത്തുള്ള പറമ്പിൽ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അതേസമയം സ്ത്രീയെ കൊലപ്പെടുത്തിയ നരഭോജി കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയ ആശ്വാസത്തിലാണ് നാട്ടുകാർ. ഇന്ന് പുലർച്ചെയോടെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടുവയെ പിലാക്കാട് സ്വദേശിയായ റിജോയുടെ വീടിന് സമീപം നിന്ന് കണ്ടെത്തിയത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. വീടിനോട് ചേർന്നുള്ള വനമേഖലയിൽ നിന്ന് മുൻപ് ആനയുടെയും കാട്ടുപോത്തിന്റെയും ശല്യമുണ്ടായിട്ടുണ്ട്. വനത്തിൽ നിന്ന് ആദ്യമായാണ് കടുവ പുറത്തേക്ക് വരുന്നത്. നരഭോജി കടുവ ചത്തതിന്റെ ആശ്വാസത്തിലാണ് പഞ്ചാരക്കൊല്ലിയിലെ നാട്ടുകാർ. ചിലർ സന്തോഷസൂചകമായി നാട്ടുകാർക്കും ഉദ്യോഗസ്ഥർക്കും മധുരം കൊടുക്കുകയും പടക്കം പൊട്ടുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ കടുവയെ പിന്തുടർന്ന് പോകുന്നതിനിടെയാണ് ഡോക്ടർ അരുൺ സക്രിയയും സംഘവും കടുവയെ ചത്തനിലയിൽ കണ്ടെത്തിയത്. കടുവയുടെ ശരീരത്തിൽ ആഴമേറിയ പഴക്കമുള്ള മുറിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ചത്തത് 7 വയസ്സുള്ള പെൺകടുവയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. പോസ്റ്റ്മോർട്ടത്തിനായി കടുവയെ കുപ്പാടിയിലെ വൈൽഡ് ലൈഫിന്റെ വെറ്റിനറി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.